ബിഗ് ബോസ് ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുറത്തുവിട്ട കാര്യം 100% ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മുടെ ദിയ സന എന്ന് പറയുന്ന ആളുടെ വായിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് താണ് കേണ് നമ്മുടെ നൂറയുടെ ഫാമിലിയോട് അപേക്ഷിച്ചിട്ടും അവർ പോയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പുറത്തുവിട്ടിരുന്നു. അത്രയ്ക്ക് മാത്രം സങ്കടവും വിഷമവും അനുഭവിച്ച ഒരു ഫാമിലിയാണ് നമ്മുടെ നൂറയുടെ ഫാമിലി എന്ന് പറയുന്നത്. 2 പ്രാവശ്യം നൂറയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന സമയത്തും ആദിലയും നൂറയും കൂടി കുടുംബക്കാരെ ഇറക്കി വിടുന്ന വീഡിയോ വരെ നമ്മൾ പുറത്തുവിടുകയുണ്ടായി. അത്രയ്ക്കും മാനനഷ്ടം സംഭവിച്ച ഒരു ഫാമിലിയാണ് അവർ. ഇനി ഒരിക്കൽ കൂടി ഈ കേരള ജനതയെ മൊത്തം കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. അവരുടെ മുന്നിലും മാനം കെടാൻ ഞങ്ങൾ ഇല്ല എന്നുള്ള റീപ്ലേ ആണ് അവർ ബിഗ് ബോസിനെ അറിയിച്ചത്. പക്ഷേ അവരെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ ദിയ സന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇവരെ ഒളിച്ചു ചാടാനും അതുപോലെ തന്നെ ഇത്തരം ഒരു കാര്യത്തിന് എല്ലാം കൂട്ടുനിന്ന ഒരാളായിരുന്നു നമ്മുടെ ദിയ സന. അവർക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഉണ്ടായ അനുഭവം എന്താണെന്ന് അവർ തന്നെ തുറന്നു പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പൊ നിൽക്കുന്ന ആളുകളെല്ലാരും ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിലൂർക്ക് വേണ്ടിയിട്ടാണ് പോയത്. നല്ല ഗെയിമാണ് കളിക്കണത് എന്തായാലും. അതെ, തീർച്ചയായും. അതുള്ളതുകൊണ്ടാണല്ലോ കണ്ടിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതൊക്കെ അവരും കൂടെ ഉള്ള ഒരു ഗെയിം ഷോ ആയതുകൊണ്ടിട്ടാണല്ലോ. തീർച്ചയായിട്ടും അതിനാ നൂറ ചെറിയ സൗന്ദര്യ പിണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പിണക്കവും ഇല്ല. ആളുകൾ എല്ലാരും കൂടെ വലിച്ചു നീട്ടി നമ്മൾ ആ വീട്ടിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കലി ഉള്ള വിയോജിപ്പുകൾക്ക് അപ്പുറം ആ വീട്ടിലെല്ലാവരും ഭയങ്കര രസമാണ്, സ്നേഹമാണ് എല്ലാവരും. നമ്മള് ചലഞ്ചേഴ്സ് ഒന്നുമല്ല. ഞങ്ങളെ തന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് 1.5 മാസമായിട്ട് എന്നെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ശരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടി ആരും പോകരുത്. അതായത് ഈ എന്തോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അപ്പൊ അതേമാതിരി ഇവിടെ ആക്കണം എന്നുള്ളൊരു സംഭവം. പക്ഷെ അതല്ല. പ്രൊമോ വന്നിരുന്നു എങ്ങനെ ആദിലനെ എങ്ങനെയാ സഹിക്കുന്നത് എന്നുള്ളൊരു സംഭവം പെട്ടുപോയതാന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൊതു ഇടത്തില് ഭാര്യ ഭർത്താക്കന്മാര് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ വാപ്പ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാപ്പച്ചി എന്റെ ഉമ്മച്ചിയെ സഹിക്കണം ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും. ഞാന് എന്താടാ പറയാണ്ടാ പെട്ടുപോയില്ലേടാ. ഇതെന്തുകൊണ്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് സംസാരിക്കുമ്പോ ഇത്രമാത്രം പ്രശ്നമാവുന്നത്? ബിക്കോസ് അവരെ തമ്മിൽ തെറ്റിച്ച് അവരെ അങ്ങ് വലിച്ചു കീറി അവരെ ജീവിതം അങ്ങ് നശിപ്പിക്കണം എന്നാ എന്തോ ഒരു സന്തോഷവും. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ആണ്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് അവരെ വലിച്ചു കീറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു കുഴപ്പവും ബിഗ് ബോസിന് അകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പത്രക്കാരൻ്റെ ചോദ്യത്തിന് അവർ പറയുന്നുണ്ട്, ബിഗ് ബോസിനെ പുറത്തുവിട്ട പ്രൊമോയിലാണ് പറയുന്നത് ഞാൻ പെട്ടുപോയതാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അവരുടെ വാപ്പയെ കുറിച്ചിട്ട് അവർ പറയുന്ന കാര്യം തീർച്ചയായിട്ടും അവരുടെ വാപ്പയെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. ദിയ സന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരും ജീവിക്കുന്നത് ഇത്തരം ഒരു കാറ്റഗറിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പെറ്റ ഉമ്മയുടെ വേദനയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വിഷമോ വേദനയോ ഒന്നും തീർച്ചയായിട്ടും ദിയ സന എന്ന് പറയുന്ന ഈ സ്ത്രീക്കും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇനി മനസ്സിലാകാനും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, നമ്മളെ ആരൊക്കെ ഈ ലോകത്ത് വേണ്ട എന്ന് പറഞ്ഞാലും, നമ്മുടെ കൂടെ വന്നവർ എല്ലാം തന്നെ നമ്മളെ വിട്ടുപോയാലും അവസാനം നമുക്ക് തല ചായ്ക്കാൻ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ അമ്മയോ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒരു ചിന്ത ഈ ദിയാസനക്കും നല്ലതാണ് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഈ കൂടെ വരുന്ന ദിയാസനയും അതുപോലെ തന്നെ ആദിലയും ഒന്നും നമുക്ക് അവസാന നാൾ വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ നിങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോയി കിടക്കാൻ ഒരു സ്ഥലം പോലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ തല ചായ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് തലോടാൻ, നിങ്ങളോട് സ്നേഹത്തോടൊരു വാക്ക് പറയാൻ, അല്ലെങ്കിൽ ഒരു കഞ്ഞിയെങ്കിലും നിങ്ങൾ കയ്യിലെടുത്ത് തന്ന് മോളെ ഇത് കുടിച്ചോ എന്ന് പറയാൻ ഒരാൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ മതവും നമ്മെ പഠിപ്പിക്കുന്നത് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതൊന്നും ഈ ദിയ സന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയോട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് പ്രധാനമായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അവരുടെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ ഫാമിലി ലൈഫിൽ അവർ അനുഭവിച്ച ഒരുപാട് യാതനകളും അതുപോലെ തന്നെ അവർ ട്രിഗർ ചെയ്യുന്ന ജീവിതത്തിലെ അനുഭവങ്ങളുമെല്ലാം അവർ ഒരുപാട് മാധ്യമങ്ങൾക്ക് മുമ്പായി ഒരുപാട് ഇൻ്റർവ്യൂക്ക് മുമ്പായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ സ്ത്രീക്ക് ഇത്തരം ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ഇവർക്ക് ഊർജവും അതുപോലെ തന്നെ ധൈര്യവും മുന്നോട്ട് പോകാനുള്ള എല്ലാ
കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നൂറയുടെ ഫാമിലിയെ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ട് വരുത്തിയത് എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവരെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഇവരെ തിരിച്ചുകൊണ്ട് നൂറയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് കിണഞ്ഞ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ കഴിവിൻ്റെ പരമാവധി ലാലേട്ടനടക്കമുള്ള സംഘാടക പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് നൂറയുടെ വീട്ടുകാരെ തീർച്ചയായിട്ടും ഒരുപാട് തവണ ബന്ധപ്പെടുകയും അവരെ ബിഗ് ബോസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാം ചെയ്തത് എന്തിനാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ഈ പ്രയത്നങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ഈ ലെസ്ബിയൻ കപ്പിളിനെ നിങ്ങൾ അംഗീകരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവർക്ക് നല്ല സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരം ഒരു കപ്പിൾസിൽ നിന്ന് വേറിട്ടിട്ട് വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്താനോ വേണ്ടിയിട്ട് ഒന്നും തന്നെ അല്ല എന്നുള്ളത് തന്നെയാണ് പരമ യാഥാർത്ഥ്യം. ഏതായാലും നമ്മൾ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ 100% ഇപ്പോൾ സത്യമായി വന്നിരിക്കുകയാണ്. ഈ ദിയാസന എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഉമ്മയും ബാപ്പയുമായിട്ട് ബിഗ് ബോസിന് അകത്തേക്ക് ഇപ്പോൾ വന്ന് ആ പരിപാടി കഴിഞ്ഞവർ. നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഈ ഫാമിലി വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ബിഗ് ബോസിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വിഷമത്തോടു കൂടി ഒരുപാട് ഉമ്മയും ബാപ്പയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അനീഷിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കുടുംബവും എല്ലാം വരുമ്പോൾ വളരെ വികാരഭരിതമായ ഒരുപാട് അവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസുകൾ നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഉമ്മയോ ഒരു വാപ്പയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരും തന്നെ ബിഗ് ബോസിനകത്തേക്ക് പോയിട്ടില്ല. ആ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദിയാസന പണ്ട് കൊടുത്ത ഇന്റർവ്യൂവിലെ ചെറിയ ഒരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നസ്റിനാണ് ഇപ്പൊ നൂറയാണ് ഒരുപാട് ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ളത്. പക്ഷെ ആദില നസ്റിനാണ് ഭയങ്കരമായ ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് ശരിക്കും. കാരണം നൂറയുടെ ആയാലും ആദിലയുടെ ആയാലും ഫാമിലീസ് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ ഒരു രീതിയിലും അംഗീകരിക്കുന്ന ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു കുടുംബമല്ല, പ്രത്യേകിച്ച് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് സാധിക്കാത്തത് കൊണ്ടിട്ടല്ല, ആദിലയ്ക്കായിരുന്നു അന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. അതുകൊണ്ടിട്ട് ആദില അത് ചെയ്തു. നൂറയാണ് പുറത്തിറങ്ങിയെങ്കിൽ അവള് ചെയ്തന്നായിരുന്നു. രണ്ടു പേർക്ക് ഒരേ ഇതുണ്ട്. എന്നാൽ പോലും കുറച്ച് സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സെയിം സെക്സ് മാരേജ് ആക്ട് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ റെപ്രസെന്റേഷൻ പോയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ വരാണ് സെയിം സെക്സ് മാരേജിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും സമൂഹം അറിഞ്ഞുള്ള വിവാഹം നടത്തി കല്യാണം നടത്തി ഭാര്യമാരായിട്ട് ജീവിക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂവിലെ ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടാൽ തന്നെ എന്താണ് ഇവരുടെ ജീവിതത്തിൽ നടന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു കാര്യത്തിൽ 100% മുൻകൈ എടുത്ത് ഇറങ്ങിയത് ആദിലയാണ്. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഫാൻസ് കൂടുതൽ നമ്മളെ നൂറക്കാണ് എന്നാണ് ദിയാസന പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ചാടിച്ച് കൊണ്ടുവരാനും ഇത്തരം ഒരുമിച്ച് ജീവിക്കാനും കോടതിയിൽ പോയിട്ട് ഹർജികൾ നൽകാനും അതുപോലെ തന്നെ എനിക്ക് അവളെ വിട്ടുകിട്ടണമെന്ന് പറയാനും എല്ലാം തന്നെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചത് നമ്മുടെ ആദിലയാണ്. 100 സമ്മതം മൂളുക മാത്രമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ഒരു അമർഷം അല്ലെങ്കിൽ ചെറിയ ഒരു പക്വതക്കുറവ് അല്ലെങ്കിൽ ചെറിയ ഒരു വിഷമഘട്ടത്തിലായിരുന്ന സമയത്താണ് ആദില അവരുടെ ജീവിതത്തിലേക്ക് കയറിയതും അവർ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയതുമെല്ലാം. ഇതിൽ മുൻകൈ എടുത്തുകൊണ്ട് അവരെ ചാടിച്ചു കൊണ്ടതിന് പ്രധാനപ്പെട്ട കക്ഷി ആദിലയാണ് എന്ന് ദിയാസന തന്നെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ എന്തിന് ഇവരുടെ മാതാപിതാക്കൾ ഇവരോട് ക്ഷമിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്ന ഈ ബിഗ് ബോക്സ് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ എന്തിന് ഇവരെ മാതാപിതാക്കൾ ഇവരോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാണ്? ഇവർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സെയിം സെക്സ് പ്രകാരം ഒരാണിനും അല്ലെങ്കിൽ പെണ്ണിനും കല്യാണം കഴിക്കാനുള്ള നിയമം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഡൽഹിയിൽ കേസിന് പോയിരിക്കുകയാണ് ആദില നൂറ എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വന്നിട്ട് വേണം ഇവർക്ക് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന രണ്ട് കപ്പിൾസാണ് ഇവർ എന്നുള്ളതാണ്. ഇവരോട് എങ്ങനെയാണ് ഒരു ഫാമിലി ക്ഷമിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 100% പല വീഡിയോയിലായിട്ട് പറഞ്ഞിരുന്നു, രണ്ട് പേരും ലെസ്ബിയൻ ആണെങ്കിൽ നമുക്ക് അവരുടെ ശാരീരികമായ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടാണ് അത് നടക്കുന്നത് എന്ന് വിചാരിച്ച് സമാധാനിക്കാം. പക്ഷേ അങ്ങനെയല്ല. നൂറ എന്ന് പറയുന്ന കുട്ടി
ഒരിക്കലും അങ്ങനെ ഒരു കുടുംബത്തിലോ അങ്ങനെ ഒരു സാഹചര്യത്തിലോ അത്തരം ഒരു ഹോർമോണിൻ്റെ പ്രശ്നത്തിലോ ഒന്നും തന്നെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കാത്ത ഒരു നോർമൽ കുട്ടിയാണ്. പക്ഷേ അതിലങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ വിമർശിച്ചതും ഇനി വിമർശിക്കാൻ പോകുന്നതും. തീർച്ചയായിട്ടും പൊതുസമൂഹം ഒരു കാരണവശാലും ഇവരെ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടി പറ്റുകയില്ല എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ ആ വാക്കിനോട് തീർച്ചയായിട്ടും യോജിക്കാൻ മാത്രമേ നമുക്ക് കേരളത്തിലെ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സഹോദരിക്ക് നമ്മൾ നല്ല ഒരു കയ്യടിയും ഒരു പ്രോത്സാഹനവും നമ്മൾ കൊടുക്കും. കാരണം ചങ്കൂറ്റത്തോടു കൂടി തൻ്റെ അഭിപ്രായം ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറയാൻ കാണിച്ച ആ ചങ്കൂറ്റം ആ സഹോദരിക്ക് തീർച്ചയായിട്ടും 100 മാർക്ക് നമ്മൾ നൽകുകയാണ്. പക്ഷേ ലാലേട്ടൻ വിളിച്ച് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ലാലേട്ടൻ അത് ചെയ്യണം. അതുപോലെ തന്നെ അക്ബറിൻ്റെ ഉമ്മയും തീർച്ചയായിട്ടും ഈ സഹോദരിമാരെ ബിഗ് ബോസിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അവർക്ക് പായസവും സൽക്കാരവും എല്ലാം കുടുങ്ങി തീർച്ചയായിട്ടും ആ ഉമ്മ അങ്ങോട്ട് കൂടി സൽക്കരിക്കുകയും ചെയ്യണം. ബാക്കിയുള്ള വീട്ടുകളിലും സാധാരണ ഗതിയിൽ ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് പാടുപെടും എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥ ജീവിതത്തിൻ്റെ കയ്പനുഭവങ്ങൾ അവർ മധുര ഓർമ്മകളായിട്ട് അവർക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരം അനുഭവങ്ങളോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ബോധ്യങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥ നാളെ തീർച്ചയായിട്ടും അവരെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ മനസ്സിലാക്കി രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയവും തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്തരം ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചരിത്രം നമ്മൾ ലോകത്തിൽ എവിടെയും കേട്ടിട്ടില്ല. ഇതൊക്കെ ചെറിയ സമയം അല്ലെങ്കിൽ ഒരു ചെറിയ പീരീഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വഴിയിലേക്ക് തന്നെ നീങ്ങേണ്ടതായിട്ട് വരും. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.